അല്ല, ഭർത്താവുമായിട്ട് സ്വകാര്യം പറഞ്ഞു വന്നിട്ടും ചന്ദ്രികാമ്മയുടെ മുഖത്ത് നാണത്തിന്റെ ലാഞ്ചലൊന്നും കാണുന്നില്ലല്ലോ. ഒരു ദുഃഖകഥയിലെ നായികയുടെ മട്ട്. പോ പിന്നെ അവിടുന്ന്. എന്താ ചന്ദ്രികമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഭർത്താവ് പറഞ്ഞോ? ഇല്ല, വളരെ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക. ആഹാ, സന്തോഷ വാർത്തയാണല്ലോ. അഭിനന്ദനങ്ങൾ. ചെലവേണം കേട്ടോ. അല്ല, എന്നിട്ടാണോ അമ്മയ്ക്ക് മുഖത്തൊരു ഉത്സാഹം ഇല്ലാത്തത്? എന്നെ കാണാൻ മാധവേട്ടൻ ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. വരണമല്ലോ. വിവാഹ വാർഷികത്തിന് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ലേ പ്രധാനം. പിന്നെ ജഗദമ്മയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആ മാധവേട്ടനെ ഒന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റുമല്ലോ. വളരെ സന്തോഷം തോന്നുന്നു. അല്ല, നിങ്ങള് കല്യാണം കഴിച്ചതല്ലോ. ചന്ദ്രിക മാധവൻ ജോഡികള് ഒളിച്ചോടിയതല്ലേ? നല്ല തല്ല് കിട്ടും കേട്ടോ. ഇപ്പൊ ഒരു നാണമൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷായമ്മേ, ഒന്ന് ചിരിച്ചല്ലോ. അല്ല, ഈ എന്നും നിന്റെ മൊയ്തീൻ സിനിമ പോലെ എന്നെങ്കിലും നിങ്ങളുടെ കഥയും ഒരു സിനിമയാവട്ടെ. അതാണ് നോക്കി. എന്നെ കൂട്ടി പുറത്തുപോയി കറങ്ങാനാ മാധവേട്ടൻ വരുന്നത്. അതിന് മനോജ് ഹരിതയെ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? ഹരിതയാണെങ്കിൽ കലി കയറി പൂക്കൊല തുള്ളി തുടങ്ങും. ഇവിടെ ഞാൻ അനുഭവിക്കുന്നതൊന്നും മാധവേട്ടൻ അറിയില്ല. ആ മനസ്സ് വേദനിക്കാതിരിക്കാൻ അറിയിച്ചിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്നത്തെ ദിവസം അമ്മ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ചന്ദ്രികാമ്മയെ വിവാഹ വാർഷിക ആഘോഷിക്കാൻ വിളിക്കുന്നത് സ്വന്തം ഭർത്താവാ. വർഷങ്ങൾക്ക് മുൻപ് പാവപ്പെട്ടൊരു മാധവേട്ടൻ വന്ന് വിളിച്ചപ്പോ കൊട്ടാരം ഉപേക്ഷിച്ച് പോയതുപോലെ നല്ല ചങ്കുറ്റത്തോടെ ഇറങ്ങി പോയേക്കണം. പിന്നെ ഇന്നത്തെ ദിവസം രണ്ടിടപ്രാവുകളെ പോലെ രണ്ടാളും പ്രണയിച്ചങ്ങ് നടക്കണം. അടി വെച്ചു തരിഞ്ഞ് പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പ്രണയത്തിന് പ്രായമില്ല അമ്മേ.